ശ്രീ സുരേഷ് ബാബു, ഇതിനൊരു മറുപടി അത്യാവശ്യമാണ്. ഒരു പ്രോഗ്രസീവായിട്ടുള്ള സൊസൈറ്റിക്കാണല്ലോ നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത്. അത് എത്തിച്ചേർന്നു എന്ന് അവകാശപ്പെടാൻ കഴിയുമോ? കാരണം സ്റ്റേറ്റ് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ അവരുടെ പൗരന്മാരെ നമ്മൾ നമ്മുടെ പൗരന്മാർക്ക് നൽകുന്നത് എന്താണ്? സാധാരണക്കാർ സ്വന്തം കാശ് ചിലവാക്കി പോകുന്ന ആശുപത്രികളുടെ സ്ഥിതി നമുക്കറിയാം. ഇനി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാനും നിവൃത്തിയില്ല. ഇനി അത് കഴിഞ്ഞിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇരിക്കേണ്ടത്? ഇതിനൊക്കെ ഉത്തരം വേണം. ആയുഷ്മാൻ വയോവന്ദന പ്രോജക്റ്റ് അല്ലെങ്കിൽ പദ്ധതി എന്തുകൊണ്ട് കേരളം നടപ്പിലാക്കാൻ വിമുഖത കാണിക്കുന്നു? ഇങ്ങനെ പല കേന്ദ്ര പദ്ധതികളും കേരളം മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് കേന്ദ്ര പദ്ധതികളോടും. ശ്രീ പത്മനാഭൻ ശ്രീ അനന്തപത്മനാഭൻ പറഞ്ഞിട്ടുള്ള വക്കീൽ, എൻ്റെ സ്നേഹിതനാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വളരെ സൂക്ഷ്മമായി കേട്ടു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണവും വിശകലനവുമാണ്. അത് അതേപടി നടപ്പാക്കാൻ കഴിഞ്ഞാൽ അത്രയ്ക്ക് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായിരിക്കും. അത് ആമുഖമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതല്ലാതെ ആ പറയുന്ന കാര്യത്തിൽ യാതൊരുവിധ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകളിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഏതെങ്കിലും ഒരു വസ്തുത ഈ പറയുന്ന 4-5 സംസ്ഥാനങ്ങളിൽ വയോജനങ്ങൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതി കേരളത്തിലെ പൊതുവായ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളും ആവേശത്തോടെ നോക്കിക്കണ്ടിട്ടുള്ള ഒരു പദ്ധതിയാണത്. ആ പദ്ധതിയിൽ കേരളത്തിലെ ഗവൺമെൻറ് പങ്കാളിത്തം വഹിക്കുന്നില്ല എന്നുള്ളത് ശരിയായൊരു നിരീക്ഷണമാണ് എങ്കിൽ അതിനെ പരിഹരിക്കാൻ ഉള്ള നിർബന്ധ ബുദ്ധി നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അത് കാണിക്കാം. അതിന് രാഷ്ട്രീയ സമ്മർദ്ദം വേണമെങ്കിൽ അത് ചെലുത്താൻ തയ്യാറാണ് എന്ന് ഈ ചർച്ചയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നീടൊന്ന്, ഞാനിപ്പോൾ ഈ ഇതിലേക്ക് വരുന്ന വഴിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൻ്റെ ഈ ആഴ്ചത്തെ എഡിഷൻ ഞാൻ കേട്ടു, ഈ മാസത്തെ അത് കേട്ടിരുന്നതാണ്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത്, ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് WTO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യ രാജ്യം ഈ ആരോഗ്യരംഗത്ത് 64% കൈവരിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ 64%-ൽ നമ്മളും പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു, കേരളവും പെടും. അതുകൊണ്ട് മറ്റിതര രാജ്യങ്ങളെ അപേക്ഷിച്ച്, പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്ത് ആരോഗ്യരംഗത്ത് നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വരുന്ന 140 കോടി ജനങ്ങൾക്കും ഒരുപോലത്തെ ആരോഗ്യ സുരക്ഷ കൊടുക്കാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ക്രമേണ ചെയ്തു തീർക്കേണ്ടുന്ന ഒരു പ്രയാസപ്പെട്ട ഒരു വസ്തുത തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗത്ത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളെ അപേക്ഷിച്ചും ഈ കഴിഞ്ഞ വർഷവും ഈ പറയുന്ന ബജറ്റിൽ ആരോഗ്യരംഗത്തുള്ള വകയിൽ കൂടുതൽ പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പണം വകയിരുത്തുകയോ ചെയ്തിട്ടുണ്ട്. പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് ഏപ്രിൽ മെയ് ജൂൺ മാസം 3 മാസം ആവുന്നേ ഉള്ളൂ. ആ 3 മാസം കൊണ്ട് ഇപ്പോൾ എല്ലാം പ്ലാൻ ഫണ്ടിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ലെവലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അലോക്കേഷൻസ് വരണം. കൂടുതലായിട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും കാണിക്കുന്ന ചിലപ്പോൾ അനാസ്ഥയുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ളതാണ് സിസ്റ്റം ഫെയിലിയർ എന്ന് ഒരു പക്ഷേ ഈ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, ഉണ്ടാവുന്ന എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായ പ്രയാസങ്ങൾ തന്നെ, അത് പരിഹരിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നതിൽ പരാജയമുണ്ടാകുമ്പോൾ അത് ജനങ്ങളെയാണ് ബാധിക്കുക, അത് നമ്മുടെ സിസ്റ്റത്തെയാണ് ബാധിക്കുക എന്ന ശ്രീ പത്മനാഭൻ്റെ വക്കീലിൻ്റെ പരാമർശത്തോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് എവിടെയൊക്കെ തിരുത്തലുകൾ വേണമെന്നുണ്ടോ അവിടെയൊക്കെ തിരുത്തലുകൾക്ക് ആവശ്യമായ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുവാൻ തയ്യാറാണ് എന്നുകൂടി അറിയിക്കുകയാണ്.